ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് സ്ക്വിഷി കീ ചെയിൻ ആക്കാമെന്നാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ടും ഒരു കടയിലോ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ സ്ക്വിഷി കീ ചെയിൻ എന്നുള്ള സാധനം. അപ്പോൾ ഞാൻ എൻ്റേതായ ഐഡിയ വെച്ച് ആക്കുന്നതാണ്. അപ്പോൾ ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഏറ്റവും തന്നെ ആവശ്യമുള്ളത് A4 പേപ്പറാണ്. പിന്നെ നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ടൈപ്പ് ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് പോലത്തെ, പക്ഷെ കാർഡ്ബോർഡല്ല, നമുക്കിങ്ങനെ ഈ കോൺഫ്ലേക്സ് എല്ലാം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ടൈപ്പ് ഇങ്ങനത്തെ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് പിൻട്രസ്റ്റിൽ നമുക്ക് ക്യൂട്ട് കവായ് ഡ്രോയിങ്സ് എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ക്യൂട്ട് ആയിട്ടുള്ള കവായ് ഡ്രോയിങ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചൂസ് ചെയ്യുന്നത് ഈ ക്യൂട്ടായിട്ടുള്ളൊരു ഗോസ്റ്റിനെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മേളിലുള്ള 3 ഡോട്ടിൽ ഞെക്കിയിട്ട് നമുക്ക് ഡൗൺലോഡ് ദി ഇമേജ് ഞെക്കിയാൽ മതി കേട്ടോ. പിന്നെ പേപ്പർ കോപ്പി ആപ്പ് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ആയിട്ട് സൂം ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേളിൽ വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അനങ്ങത്തൊന്നുമില്ല നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ അതിനകത്തെ ആ സൈഡിലുള്ള ആ ഒരു ബാറിൽ നമുക്കവിടെ ലോക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ വോളിയം ഡൗൺ ബട്ടൺ ഞെക്കിയാലും മതി കേട്ടോ. പിന്നെ നമുക്കിത് തിരിച്ച് അൺലോക്ക് ചെയ്യാൻ വോളിയം ഡൗൺ ബട്ടൺ ഞെക്കണം. നമുക്ക് സൈഡിൽ ബാറൊന്നും ഉണ്ടാവില്ല അൺലോക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ മേളിൽ വെച്ച് നമ്മൾ ലൈറ്റായിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് നല്ല ഡാർക്കായിട്ട് നമുക്ക് വരച്ചെടുക്കണം. കാരണം ഞാൻ ഇവിടെ വേറെ പെർമനൻറ്റ് മാർക്കേഴ്സോ പെൻസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. നമ്മളിങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെന്നൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഇങ്ങനെ സ്മഡ്ജ് ആവാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ സ്മഡ്ജ് ആവാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് നമുക്ക് പെന്ന് ഉപയോഗിക്കാതെ നമുക്ക് പെൻസിൽ ഉപയോഗിക്കുന്നത്. പിന്നെ നാളെ നമുക്ക് പ്ലാനർ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യത്തെ പ്ലാനർ തീം ഞങ്ങൾ എടുത്തിരിക്കുന്നത് ബാറ്റ്മാൻ തീമാണ് കേട്ടോ. പിന്നെ ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫേസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ക്യാപ്പിന് ഞാൻ ഒരു ഗ്രേ കളറാണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ മാജിക് വോണ്ടിലായിട്ട് ഉള്ള സ്റ്റാറിൽ ഞാൻ ഒരു യെല്ലോ കളറും കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ കണ്ണിൻ്റെ താഴെയായിട്ട് പിങ്ക് കളർ പെൻസിൽ വെച്ചിട്ട് ഞാനെന്ന ബ്ലഷും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കളർ പെൻസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ബ്ലഷ് ഉപയോഗിക്കുമ്പോൾ ബ്രഷ് പെൻ ഉപയോഗിക്കരുത്. അത് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത് ബ്രഷ് പെൻ ഇല്ലെങ്കിൽ നമുക്ക് സ്കെച്ച് പെന്നോ കളർ പെൻസിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ A4 പേപ്പറിൽ നമ്മൾ നമ്മൾ വരച്ചത് ഇനിയിപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മൾ അവിടെ സ്പേസ് വിടണം. പിന്നെ നമുക്ക് നമ്മുടെ ഈ കാർഡ്ബോർഡ് പീസിൽ നമ്മളത് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് ടേപ്പ് നമുക്ക് വേണം. ടേപ്പ് നമ്മൾ ഇതിൻ്റെ മേളിലൂടെ ഇങ്ങനെ വേണം കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 കോട്ടിംഗ് ടേപ്പ് വേണം. നമ്മൾ ഇതേപോലെ വേണം ചെയ്യാൻ വേണ്ടി. നമുക്ക് സൈഡുകളിൽ കുറേ ടേപ്പ് വേണം. അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 പ്രാവശ്യമായിട്ട് ടേപ്പ് ഒട്ടിക്കണം കേട്ടോ. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ നമ്മൾ സ്ക്വിഷി ആക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ ബ്ലൈൻഡ് ബാഗിൽ എൻ്റെ ഒരു സ്ക്വിഷി ആക്കുന്ന വീഡിയോ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലൈൻഡ് ബാഗിൽ ആ സ്ക്വിഷി എങ്ങനെയാണോ ആക്കിയത് അതേ പ്രോസസ്സിലാണ് നമ്മൾ ഈ കീ ചെയിനും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എക്സസ് ആയിട്ട് ഇങ്ങനെ വരുന്ന ടേപ്പുകളൊക്കെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പകുതിയോളം ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ പഞ്ഞി വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ അല്ല ഇങ്ങനെ ടേപ്പിൻ്റെ ചിലപ്പോൾ വരാൻ സാധ്യത, ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചതിൻ്റെ ഒക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കളഞ്ഞിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്ന് ഹോൾ പഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് എവിടെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അവിടെ ഹോൾ പഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഹോൾ പഞ്ച് ചെയ്ത് അവിടെ കുറച്ച് ടേപ്പിൻ്റെ ഇത് ഇങ്ങനെ ഉണ്ടാവും. അതും കൂടി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ
ഈ കീ ചെയിൻ്റെ ആ സാധനം കൂടി നമ്മൾ ഇതിലൂടെ ഇങ്ങനെ കയറ്റിയിട്ട് നമ്മുടെ കീ ചെയിൻ അങ്ങനെ റെഡിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഞാനിത് എൻ്റെ ബാഗിലും പിന്നെ എൻ്റെ പൗച്ചിലൊക്കെ വന്നിട്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ വരച്ച പിക്ചർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പേപ്പർ കോപ്പിയിൽ വെച്ച് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.